എഴുതണം, കുടുംബ പ്രശ്നങ്ങളല്ലേ, അതൊക്കെ ശരിയാകും എന്നൊക്കെ പറയും. പക്ഷെ ഇത് താങ്ങാൻ വയ്യാത്ത കണക്ക് എന്തോ സംഭവിച്ചു. പക്ഷെ ആത്മഹത്യ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒന്നും ചാടി ചാവുന്ന കുട്ടിയൊന്നും അല്ല അത്. അത് അല്ലെങ്കിൽ ആരെങ്കിലും. എന്നിട്ട് April 4th ഇവള് താമസിച്ചിരുന്ന റൂമിൽ ഒരു കുട്ടിയെ വിളിച്ചിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളെ ആരും മറന്നു കാണില്ല. ഈ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ഒരു കൊലപാതകമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു വിഷയമായിട്ട് കുറേ സ്റ്റഡി ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു റൂട്ട് പോകുന്നത്. ഇത് ഒരു ആത്മഹത്യ അല്ല എന്ന രീതിയിലേക്ക് വരാനുള്ള കാരണങ്ങളുണ്ട്, പലതുണ്ട്. അത് ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കാരണം ഈ പുള്ളിക്കാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരി ഒരു വക്കീലാണ്. അത്രയ്ക്ക് ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ജിസ്മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി എന്തിന് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു എന്നുള്ള കാര്യത്തിൽ പലർക്കും ഡൗട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും ഈ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാകാം. അതുതന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ ഈ സംശയം വെച്ചുകൊണ്ട് ഞാൻ പല റൂട്ടുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കി, പല ഇൻ്റർവ്യൂകളും എടുത്തു നോക്കി, പല വീഡിയോകളും കണ്ടു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ പെൺകുട്ടിക്കെതിരെ ഇവരുടെ വീട്ടിൽ നിന്നും, അതായത് ഈ പറയുന്ന ജിമ്മി എന്ന് പറയുന്ന പരമനാറിയുടെ വീട്ടിൽ നിന്നും ഗാർഹിക പീഡനം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നിറത്തിന്റെ പേരിൽ നല്ല രീതിയിൽ തന്നെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കൊഞ്ഞാണനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്ന് പറയുന്നത് അത് വേറെ രീതി പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ നാറിയാണ് ഈ പറയുന്ന ഈ സുന്ദരിയായിട്ടുള്ള ഈ പെൺകൊച്ചിനെ കുറ്റപ്പെടുത്തുന്നത്. ഇവനെ എന്തോ പറയണം. അത് മാത്രമല്ല, ഇവന് ജനിച്ച ആദ്യത്തെ കൊച്ചിന് ഇച്ചിരി കളറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ വരെ നിറത്തിന്റെ പേരിൽ ഇവരെ ഒറ്റപ്പെടുത്തി. അങ്ങനത്തെ ഒരു കുടുംബമാണ്. അത് മാത്രമല്ല, സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് സ്ത്രീധനം കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഈ കൊച്ചിനെ പീഡിപ്പിക്കുന്നു. അതുമാത്രവുമല്ല, നോക്കുകയാണെങ്കിൽ പല രീതിയിൽ ഈ കൊച്ചിനെ ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ ഹിംസ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ രീതിയിലും ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ നമുക്കറിയാം, ഷൈനിയെ ഇതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത്. ഷൈനി ബോൾഡായിട്ടൊരു പെണ്ണാണ്. ആ പെൺകുട്ടിയും ഇതുപോലെ തന്നെ ജീവിക്കണമെന്ന് അതിമോഹമായിട്ട് ജീവിച്ച ഒരു പെൺകൊച്ചാണ്. 2 പെൺകുട്ടികളെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് വിചാരിച്ച ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ഷൈനി. അതുപോലെ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ പെൺകുട്ടി പാനിൽ കെട്ടിത്തൂങ്ങി എന്ന് പറയുന്നു. വിഷം കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞ വേറൊരു കാര്യങ്ങളുണ്ട്. അത് കൈനരമ്പ് മുറിച്ചു എന്നാണ്. കൈനരമ്പ് മുറിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചില്ലറ മുറിക്കലല്ല മുറിച്ചിരിക്കുന്നത്, നല്ല രീതിയിൽ തന്നെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇവരുടെ വീട്ടിൽ നിന്നും ഈ പറഞ്ഞ ഈ ആറ്റിൽ ചാടിയ അത്രയും ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്ററിന് മുകളിലുണ്ട്. അത്രയും ദൂരം സ്കൂട്ടറിൽ യാത്ര ചെയ്ത് പോയിരുന്ന ഈ പറയുന്ന ജിസ്മോൾക്ക് ഈ രക്തം വാർന്നു പോകാനുള്ള സാധ്യതയില്ലേ? വാർന്നു പോയിട്ടുണ്ടെങ്കിൽ രക്തം ഈ റോഡിൽ കൂടെ എല്ലാം ഒഴുകിയിട്ടുണ്ടാകില്ലേ? അപ്പോൾ കാരണം അത്രമാത്രം മുറിഞ്ഞിട്ടുണ്ട്. ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ തലകറക്കം വരുമല്ലോ. എന്തായാലും ചൂടാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല, ഈ 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതായത് ഒന്നിന് 4 വയസ്സ് സംതിങ്ങേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇളയ കൊച്ചെന്ന് പറയുമ്പോൾ 1 വയസ്സും 2 മാസം പ്രായവും, അങ്ങനത്തെ ഒരു ഏജാണ് കുട്ടികൾക്കുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഈ ജിസ്മോള് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പിഞ്ചു കുഞ്ഞിനെ എവിടെ വെക്കും? അല്ലെങ്കിൽ ഈ മൂത്ത കൊച്ചിനെ എവിടെ നിർത്തും? ആകെ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഒരിക്കലും പിഞ്ചു കുഞ്ഞിനെ നിർത്താൻ പറ്റില്ല. മൂത്ത കൊച്ചിനെ ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതാ ഫ്രണ്ടിൽ നിൽക്കണം. അപ്പോൾ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോയി? ഇത് ഒരു ചോദ്യമായിട്ട് വന്നു. അത് മാത്രമല്ല, ഇത്രയും ദൂരം പോയപ്പോൾ ബ്ലഡ് വാർന്ന് തല കറങ്ങി വീഴണമായിരുന്നു. അത് പറ്റിയിട്ടില്ല. നേരെ അവർ പോയി ഈ ആറ്റിൽ ചാടുന്നു എന്ന് പറയുന്നു. ചാടിക്കഴിഞ്ഞ് കുറച്ചു നേരമായപ്പോഴേ പൊങ്ങിക്കിടക്കുന്നു. ഒരു ചാക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പോലെയാണ് അവർക്ക് ഈ പറയുന്ന അവിടെ ചൂണ്ടയിടാൻ വന്നവർ കണ്ടതും. അങ്ങനെ തന്നെയാണ് ഇവരുടെ മൃതശരീരം അവിടെ നിന്ന് കയറ്റുന്നതും. പാവക്കുട്ടികൾ പൊങ്ങി വരുന്ന പോലെയാണ് കുഞ്ഞുങ്ങളുടെ ശരീരവും കിട്ടിയത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് സാധാരണ ഒരു മരണമല്ല, ഇത് ഒരു കൊലപാതകമെന്ന് മനസ്സിലാക്കേണ്ട ഒരു കോമൺ സെൻസ് ഉള്ള ഒരു സാധാരണപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് മാത്രമല്ല, ഇവർ ഈ സ്കൂട്ടി കൊണ്ട് ഇത്ര 2 കിലോമീറ്ററോളം വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത സ്ഥലത്ത് കുറേ CCTV ഉണ്ട്. അതിൻ്റെ ഒരു ഫൂട്ടേജ് പോലും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. ഇവർ ആറ്റിൽ ചാടി എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സ്കൂളാണ്. ആ സ്കൂളിനും CCTV ഉണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമായിട്ടാണ് മാറുന്നത്. ഈ ഒരു പെൺകുട്ടി ആറ്റിൽ ചാടിയതിനു ശേഷം, അതായത് ഒരു വ്യക്തി വെള്ളം കുടിച്ച് അവൻ്റെ ലെൻസിൽ വെള്ളം കയറി ആ ശരീരം മുകളിലേക്ക് പൊങ്ങി വരാൻ 12 മണിക്കൂർ അല്ലെങ്കിൽ നേരത്തോട് നേരമൊക്കെ ആകണം. അല്ല 24 മണിക്കൂർ ആവണം. അങ്ങനെയൊക്കെ ആയാലേ അത് പൊങ്ങി വരത്തുള്ളൂ. ഇത് ചാടുന്നു, അത് കഴിഞ്ഞതിന് ശേഷം പൊങ്ങി വരുന്നു, പൊങ്ങി അവിടെ ഇങ്ങനെ കമന്ന് കിടക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ ഒരു ചോദ്യമാണ്. അതിന് ഈ പറയുന്ന കള്ളനാറിയെ പൊക്കിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യണം. ഈ പറയുന്ന ആരെയാണ്? ഈ ജിമ്മിയെ ഇതുവരെയായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല, അവനെ മുട്ടിയിട്ടില്ല. ഇവനെ എന്തുകൊണ്ട് പൊക്കുന്നില്ല, ഇവനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കേണ്ടതായിട്ടുള്ളത്. നോബിയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ.
ഷൈനിയുടെ ഭർത്താവ്. അവന്റെ വിഷയവും ഇതുപോലെ ജനങ്ങൾ വീഡിയോ ഇട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പൊക്കി കുറച്ച് നാൾ ഉള്ളിൽ കൊണ്ടുപോയി 28 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ പുറത്ത് വിട്ടു. അവന്റെ കാര്യം ക്ലിയർ. കുശാൽ അവൻ ഇന്നലെ ഈസ്റ്ററിന് അടിപൊളിയായിട്ട് മട്ടനും ചിക്കനും ഒക്കെ അടിച്ച് പെരുക്കി അവൻ കുശാലായിട്ട് അവന്റെ കാര്യം നടത്തി. ഇനിയും ഇതാ ജിമ്മി, ഇവന്റെ കാര്യവും ഇങ്ങനെ തന്നെ. ഇതിനകത്ത് ദുരൂഹതയുണ്ട്. ഇത് കൃത്യമായിട്ടും അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ, അതായത് ജിസ്മോളുടെ കൂട്ടുകാരിയായിട്ടുള്ള നിള പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പെൺകുട്ടിക്കും ഇത് ഡൗട്ടാണ്. ഇത് ഒരു ആത്മഹത്യയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. അത്രയും കഴിവുള്ള, കാരണം അവളിപ്പം സെക്രട്ടേറിയറ്റിലൊക്കെ വരുവാണെങ്കിൽ തന്നെ IAS ആയാലും പോയി സംസാരിക്കാം. അവൾക്ക് അങ്ങനെ ഒരു പേടിയും ഭയവും ഇല്ല. ചേച്ചി ഇവരെല്ലാം മനുഷ്യര് തന്നെയല്ലേ, നമ്മളെന്തിനാ പേടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അത്രയും തന്റെ ഇടമുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെയൊന്നും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജ് ടൈം ആയാലും ഈ കല്യാണം വരെയും ഞങ്ങൾ അത്രയും സന്തോഷമായിട്ടായിരുന്നു. ഇവിടെ വരുമ്പോഴായാലും എന്റെ ഹസ്ബൻഡും ഒക്കെ ഒരു നല്ല സ്നേഹമാണ്. ഞങ്ങൾക്ക് ഒരു അനിയത്തിയാണ്. എനിക്ക് വേറെ സിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഇവളാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും എല്ലാം. അങ്ങനെ അപ്പം നമ്മളെന്താ പറയാ, ഒരു വീട്ടിലെ പോലെയാണ്. അവളുടെ വീട്ടുകാരും അതെ. അങ്ങനെ പറയില്ല. അവള് കൂടുതൽ എന്തെങ്കിലും അങ്ങേ അറ്റം സഹിക്കാൻ വയ്യാതാകുമ്പോഴാ എന്നെ ഒന്ന് വിളിച്ചിട്ട് ഈ മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരിക്കുമ്പോ അറിയാം നമുക്ക് വയ്യ, എന്തോ കുഴപ്പമുണ്ട്, പറ്റാത്തതാണെന്ന്. പക്ഷെ നമ്മൾ കുത്തി ചോദിച്ച അങ്ങേ അറ്റം ചോദിച്ചെങ്കിലേ ഒരു വാക്ക് മിണ്ടു. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം ചേച്ചി, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം, കുടുംബ പ്രശ്നങ്ങളല്ലേ, അതൊക്കെ ശരിയാകും എന്നൊക്കെ പറയും. ഇത് താങ്ങാൻ വയ്യാത്ത കണക്ക് എന്തോ സംഭവിച്ചു. ആത്മഹത്യ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒന്നും ചാവുന്ന കുട്ടിയൊന്നും അല്ല അത്. അത് അല്ലെങ്കിൽ ആരെങ്കിലും എന്നിട്ട് ഏപ്രിൽ അതെ, അങ്ങനെ ചാകുന്ന കൊച്ചൊന്നും അല്ല കൊച്ച്. അങ്ങനെ പറയണമെങ്കിൽ നല്ലൊരു കൂട്ടുകാരി, കാരണം ഇവര് പഠിച്ച സമയം തൊട്ട് തന്നെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു പെൺകൊച്ചാണ്. അത്രയ്ക്ക് ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നാണ് ഇവിടെ കൂട്ടുകാരി പറയുന്നത്. ഈ ഒരു സംശയങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും നമുക്ക് ഇത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇതൊരിക്കലും ഇതൊരു ആത്മഹത്യയാണെന്ന് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയാണ് വീഡിയോ കാണുന്ന പലർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂട്ടുകാരി പറയുന്ന ബാക്കി കാര്യം കേട്ടോ. എന്നിട്ട് April 4th ഇവള് താമസിച്ചിരുന്ന റൂമിൽ ഒരു കുട്ടിയെ വിളിച്ചിരുന്നു. അവളെടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെ ഇല്ലാന്നെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു, സങ്കടമായിട്ട് പറഞ്ഞെന്ന്. പക്ഷെ അന്നും വേറെ ഒന്നും ആരെടുത്തും പറഞ്ഞിട്ടില്ല. ഈ November 24th ഞങ്ങള് തമ്മിൽ കാണുമ്പോ അവള് എന്താ പറയാ, ഇവിടെ വന്നപ്പോ തന്നെ ആകെ വല്ലാത്തൊരവസ്ഥയിലാ വന്നത്. ഒരു വയ്യാഴിക പോലെയൊക്കെയാണ്, വയ്യാത്തല്ല, മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം പോലെ. വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൽ പോയി. ഇവിടെ നേരെ എന്റെ വീട്ടിലേക്കാ വന്നത്. വന്ന് കുളിച്ച് വേഷമൊക്കെ മാറി ഞങ്ങൾ നേരെ സെക്രട്ടേറിയറ്റിൽ പോയി. എന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയിലാ പോയത്, ഒഫീഷ്യൽ വണ്ടിയിലാ പോയത്. അവിടെ ചെന്ന് നമ്മൾ അവിടെ അകത്തെല്ലാം കയറി എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ച് 3 പേരുടെ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉള്ള ഹസ്ബൻഡ് വിളിക്കുന്നത്. ഹസ്ബൻഡ് വിളിച്ചിട്ട് കുട്ടിക്ക് തീരെ സുഖമില്ല, നീ എവിടെ പോയി കിടക്കുക, ഇതെല്ലാം അവളുടെ തെറ്റാണെന്ന രീതിയിൽ അയാൾ കുറെ കിടന്ന് ബഹളം വെച്ച്, ഈ കൊച്ചിന് വയ്യാത്തത് ഇവള്. അപ്പൊ അവൾ ആകെ നെർവസ് ആയി. അവൾ എന്നിട്ട് പറഞ്ഞ് മരുന്നിരിക്കുന്ന പോലും അയക്ക് അറിയില്ല, എവിടെയാ മരുന്ന് വെച്ചിരിക്കുന്ന നൂലും അയക്കറിയില്ല കുട്ടികളുടെ. അപ്പൊ അതിനൊക്കെ കിടന്ന് ഭയങ്കര ബഹളം. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവൾ ആകെ ഇൻസൾട്ടഡ് ആയി. എന്നിട്ട് 6 മണിക്ക് പോകാൻ വെച്ചിരുന്ന വണ്ടി പോകാൻ വരുന്നതാ. പക്ഷെ 3 മണിയായപ്പോഴത്തേ പുള്ളിക്കാരി കൊച്ചിന് വയ്യാത്തോണ്ട് ഇറങ്ങി. ഞങ്ങൾ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അപ്പൊ അവിടെ വെച്ച് അവളിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യം ചേച്ചിയോട് പറയാനുണ്ട്, സഹിക്കാൻ വയ്യാത്ത പല വിഷയങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കയറി കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. ഞാനും കരഞ്ഞു. ഞാനും തിരിച്ചു പോകുന്ന തിരക്കിലായിരുന്നു, എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങ് തിരിച്ചു പോയിട്ട് ഞാൻ അവിടുന്ന് ഫോൺ ചെയ്തിരുന്നു. ഞാൻ എവിടെ പോയാലും വിളിക്കാറുണ്ട്. വിളിച്ചപ്പോ അവളാകെ അന്നേരം ഒന്നും പറയുന്നില്ല. പിന്നീട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ള രീതിയിൽ, കല്യാണത്തിനെ കൂടെ ആണല്ലോ, അവരുടെ ബ്രദറിന്റെ കല്യാണമായിരുന്നു. അപ്പൊ പിന്നീടൊക്കെ പറയാം, ഇപ്പൊ കുഴപ്പമില്ല ചേച്ചി എന്ന് മാത്രം പറഞ്ഞു. ഇതുമായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഒരു ആത്മഹത്യയല്ല. ഈ പറയുന്ന ജിമ്മി എന്ന് പറയുന്ന പന്ന നാറയെ പിടിച്ച് 2 പെട കൊടുത്ത് ഇവനെ കൊണ്ട് പറയിപ്പിക്കണം. ഇവൻ ഈ പറയുന്ന പെൺകുട്ടിയെയും അതിന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് അവിടെ കിടത്തിയപ്പോൾ ഇവന്റെ ആ ഒരു കള്ളക്കരച്ചിലൊക്കെ ഒന്ന് കാണണമായിരുന്നു. പന്ന നാരയുടെ ചെകട്ടത്ത് 2 കൊടുത്തിട്ട് സത്യങ്ങൾ പറയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇവന്റെ ആ തള്ളയുണ്ടല്ലോ, ആ പെരട്ടത്തള്ള, ഈ പറയുന്ന ഈ പെങ്കൊച്ചിനെ മാനസികമായി പീഡിപ്പിച്ച അവരെയും പിടിക്കണം. പിടിച്ച് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇനി ഒരു ഷൈനിമാരും ഈ നാട്ടിൽ ഉണ്ടാകരുത്. ഞാൻ ഷൈനിയുടെ വാർത്ത ചെയ്ത സമയത്തും പറഞ്ഞിരുന്നു, ഇനി ഒരു ഷൈനിമാരും ഇവിടെ ഉണ്ടാകരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞില്ല. അതിനിപ്പുറം തന്നെ ഷൈനി മരിച്ചിട്ട് 1 മാസവും കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേനാണ് അടുത്തത്. എന്റെ വീഡിയോ കാണുന്ന പലരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള വിഷയങ്ങളിലൂടെ കടന്നു വന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്.
ഈ പന്ന നാറികളെ എന്താ ചെയ്യേണ്ടത് പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ പറയൂ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഞാൻ പലവട്ടവും പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ദയവിട്ട് ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബർമാരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പുറം ലോകം അറിയും. അല്ല എങ്കിൽ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ അബദ്ധം ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ പോത്തുള്ളൂ. ഈ പറയുന്ന പരമനാരികൾ ഒരു കുഴപ്പവുമില്ലാതെ അവന്മാർ കുശാലായിട്ട് നടക്കും. നിങ്ങൾ നോബിയെ കണ്ടില്ലേ, അവൻ ഉദാഹരണമാണ്. ഇപ്പൊ കണ്ടില്ലേ ഈ ജിമ്മി, ഇവനും ഉദാഹരണമാണ്. ഇനി ജിമ്മിയും നോബിയും കൂടെ ഒന്നിച്ച് ഗുലാനായും അവർ പോയി വെള്ളം അടിച്ച് തണ്ണി അടിച്ച് സുഖമായിട്ടിരിക്കും. രണ്ടുപേരും ഒരു നാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ എന്തുവായാലും ഇത് ഒരു ആത്മഹത്യയാണെന്ന് കരുതാനായിട്ട് പറ്റുന്നില്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. ഇവിടെയും നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇവിടെയും നിങ്ങൾ ഹാഷ്ടാഗ് ഉപയോഗിക്കുക. ജസ്റ്റിസ് ഫോർ ജിൻസ് പോൾ എന്നുള്ള ഹാഷ്ടാഗ് നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.